നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് വളരെ സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും പ്രായം കൂടുന്നവരിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കാൽമുട്ട് വേദന. പ്രായം കൂടുന്നവരിൽ മാത്രമല്ല, ഇപ്പോൾ ചെറുപ്പക്കാരിലും, അതായത് ശാരീരിക വണ്ണം ഒരുപാടുള്ള ചെറുപ്പക്കാരിലും മുട്ടുവേദന വളരെ സാധാരണമായ ഒരു അസുഖമായി മാറിയിരിക്കുകയാണ്. മുട്ടുവേദനയ്ക്ക്, കാൽമുട്ട് വേദനയ്ക്ക് ആയുർവേദത്തിലുള്ള പരിഹാരങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കണ്ടംകുളത്തി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റൽസിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ, അസിസ്റ്റന്റ് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ മരിയ പത്രോസ് എന്നിവരാണ്. രണ്ട് ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം മാം. ഡോക്ടർ റോസ്മേരി വിൽസൺ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു പ്രായം കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കാൽമുട്ട് വേദന എന്നത്. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിലും കാൽമുട്ട് വേദന വളരെ സ്വാഭാവികമായി കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഡോക്ടറെ, തുടക്കത്തിൽ തന്നെ എന്തെല്ലാം ആകാം, പ്രായമല്ലാതെ എന്തെല്ലാമായിരിക്കാം കാൽമുട്ട് വേദനയുടെ കാരണങ്ങൾ? ഇന്ന് വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒന്നാണ് കാൽമുട്ട് വേദന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രായമായാൽ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ 65+ വരുന്നവർക്കാണ് കാലിൻ്റെ മുട്ടിന് തേയ്മാനവും നീരും വേദനയൊക്കെ ആയിട്ട് വരിക. എന്നു പറഞ്ഞാൽ ചെറുപ്പക്കാരും വളരെ അപൂർവം കുട്ടികളിലും കൂടെ ഇത്തരത്തിലുള്ള മുട്ടിൽ വരുന്ന വേദനകളും ചേഞ്ചസും ഒക്കെ ആയിട്ട് വരുന്ന ഒരവസ്ഥയാണ്. അതെന്ന് പറഞ്ഞാൽ പല കാരണങ്ങളെ കൊണ്ടാണ് കാലിൻ്റെ മുട്ടിന് വേദന ഉണ്ടാകുക. അതിപ്പോൾ ഒരു രോഗമെന്ന് കാൽമുട്ട് വേദനേനെ പറയാൻ പറ്റില്ല. പല രോഗങ്ങളിലും കാണുന്ന ഒരു ലക്ഷണമാണ് കാലിൻ്റെ മുട്ടുകൾക്ക് വേദന, നീര് എന്നൊക്കെ പറയുന്നത്. പല രീതിയിലുള്ള വാതരോഗങ്ങൾ, ഇപ്പം ആമവാദം പോലുള്ള രോഗങ്ങളിൽ മെയിൻ ജോയിൻസിലായിരിക്കും അതിൻ്റെ നീരും വേദനയും നീർക്കെട്ടും ഒക്കെ കാണുക. അതുപോലെ വാതരക്തം, ഇത്തരത്തിലുള്ള വാതാനുബന്ധമായിട്ട് വരുന്ന വാതരോഗങ്ങളിൽ പറയപ്പെടുന്ന അസ്ഥിസന്ധികൾക്ക് വരുന്ന വേദനയും നീർക്കെട്ടും ഒക്കെ പോലെ ഒരു മെയിൻ ജോയിൻ്റാണ് കാൽമുട്ടുകൾ എന്ന് പറയുന്നത്. അങ്ങനെ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ കാൽമുട്ട് വേദന പ്രായാധിക്യം ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞ ഒരു ഏജ് കഴിയുന്ന അനുസരിച്ച് കാൽമുട്ടിൻ്റെ സന്ധിയിൽ വരുന്ന ആ ഫ്ലൂയിഡ് കുറഞ്ഞ് അല്ലെങ്കിൽ മുട്ടുകൾക്ക് തേയ്മാനം വന്ന് അവിടെ ഒരു ഫ്രിക്ഷണൽ ചേഞ്ചസ് വന്നിട്ട് ബോഡിയുടെ ഒരു നാച്ചുറൽ റിഫ്ലക്സ് ആയിട്ട് അവിടെ വരുന്ന ഇൻഫ്ലമേറ്ററി ചേഞ്ചസും അതുപോലെ കാല് മുട്ട് നിവർത്താനും അടക്കാനും ഒക്കെ വളരെയധികം വേദനയും ബുദ്ധിമുട്ടും ഒക്കെ വരുന്ന അവസ്ഥ. കാലിൻ്റെ മുട്ടിൻ്റെ അടിഭാഗത്ത് കൂച്ചു ഭാഗത്തായിട്ട് നീർക്കെട്ട് വന്നിട്ട് അത് കാൽസിഫൈ ചെയ്തോണം കട്ടിയായിട്ട് വരുന്ന ഒരവസ്ഥ. ഇതിന് ഒരു മുട്ടിന് ആദ്യമായിട്ട് വരും. അത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ മറ്റു കാല് കൂടുതലായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ മുട്ടിലേക്കും വരിക, അല്ലെങ്കിൽ രണ്ട് മുട്ടും എഫക്റ്റഡ് ആയിട്ട് വരുന്ന ഒരവസ്ഥ. ഇനി കുട്ടികളിലെന്ന് പറഞ്ഞാൽ ഓടിക്കളിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ വന്നിട്ട് ഒരു കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി, അവരുടെ ഗ്രോവിങ് ടൈമിൽ എപ്പോഴും കാൽഷ്യം ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതകളാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഈ റുമാറ്റിക് ഫീവർ പോലുള്ള അവസ്ഥകളിൽ റെയറായിട്ട് വരുന്നതാണ് എങ്കിൽ കൂടി അങ്ങനത്തെ അവസ്ഥകളിലും ഈ ഒരു മെയിൻ മുട്ടിൽ വേദനയും ഇതൊക്കെ കാണാം. പിന്നെ ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഡോക്ടർ, നമുക്ക് എറണാകുളത്ത് നിന്ന് സരസു എന്ന പ്രേക്ഷകയുണ്ട്. സരസു, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. സാർ, എനിക്ക് വർഷങ്ങളായി മുട്ടുകാലിൽ വേദന തുടങ്ങിയിട്ട് ഇപ്പൊ മുട്ട് മടക്കാനും പറ്റില്ല, എനിക്ക് ഒരടി നടക്കാൻ പോലും പറ്റുന്ന ഭയങ്കര വേദനയാണ്. മുട്ടിന്റെ ഉള്ളിലിരുന്ന് വേദനയാണ്. അപ്പൊ ഞാൻ അടുത്ത് ഒരു ഡോക്ടറെ കണ്ടപ്പോൾ തേയ്മാനാണെന്ന് പറഞ്ഞപ്പോ ചിരട്ട മാറ്റി വെക്കണമെന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് പ്രായം 72 വയസ്സുണ്ട്. ഒരു മുട്ടിനാണോ? എന്തോ എനിക്ക് രണ്ട് മുട്ടും ബസ് കയറാൻ ഇറങ്ങാൻ, ഒരു സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനോ ഒന്നും വയ്യാത്ത അവസ്ഥയാണ്. ഇങ്ങനെ ഈ മുട്ടിന്റെ തേയ്മാനം തുടക്കത്തില് ചെറിയ രീതിയിലായിരിക്കും ബുദ്ധിമുട്ടുകൾ വരാം. പിന്നെ കൂടി നമ്മളൊന്നും ചെയ്യാതെ വരികയും ഒക്കെ വരുമ്പോഴാണ് അതിന്റെ ഇതൊക്കെ കുറഞ്ഞ് മുട്ട് കംപ്ലീറ്റ് ആയിട്ട് തേയ്മാനമൊക്കെ വരുന്ന അവസ്ഥയിലാണ് ഡോക്ടർ ഓപ്പറേഷനൊക്കെ സജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് കുഴമ്പിട്ട് കുളിക്കുന്നതും അവിടെ മരുന്ന് വെച്ച് കെട്ടുന്നതൊക്കെ ഏറ്റവും ഗുണകരമായിരിക്കും. അപ്പം അവിടെ വെക്കാൻ കരുതി അവിടെ കുറുക്കി പേസ്റ്റ് പോലെ വെക്കാനായിട്ട് കടുക്, ചതവുപ്പ, ഈ രണ്ട് സാധനം ഈ 2 സ്പൂൺ വീതം എടുക്കുക. അതുപോലെ ഉമ്മത്തിൻ്റെ കായ്, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിലിത് നിറച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് അത് വേവിച്ച് അരച്ചിട്ട് അതിനകത്ത് സഹചരാതി കുഴമ്പ് ചേർത്തിട്ട് കാലിൻ്റെ മുട്ടിൽ കെട്ടി വെക്കുക. പിന്നെ കാലിൻ്റെ മുട്ട് പതുക്കെ സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ നമ്മൾ കാല് നിവർത്തിയിരുന്നിട്ട് പതുക്കെ നിവർത്തിയും സ്ട്രെച്ച് ചെയ്യുകയൊക്കെ ചെയ്യുക ചെറിയ രീതിയിൽ. സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും ഉപയോഗിച്ച് നോക്ക് കേട്ടോ. ഇത് എക്സ്റ്റേണലായിട്ട് പുരട്ടാം. പിന്നെ ഓറലി കഴിക്കുന്ന കഷായങ്ങളും കഴിച്ചാൽ കൂടുതൽ ഗുണം കിട്ടുന്നതാണ്. അഷ്ടവർഗം പോലുള്ള കഷായം അത് 15 മില്ലി 60 ml വെള്ളം ഒഴിച്ചിട്ട് കാലത്തും വൈകിട്ടും കഴിക്കാം. പിന്നെ ഷുഗറൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ബലാരിഷ്ടം ഒരു
ഇതുപോലെയുള്ള വാതരോഗങ്ങൾക്ക് വരുന്നൊരു ടോണിക്കായിട്ട് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അത് 25 ml 25 മില്ലി ഉച്ചയ്ക്ക് ഭക്ഷണ ശേഷം കഴിക്കാം. സരസു മാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ റോസ്മേരി മാം, കാൽമുട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ തുടക്കം, അവയുടെ ലക്ഷണം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കാലിന്റെ മുട്ടില് നേരത്തെ സൂചിപ്പിച്ചോണം പലപ്പോഴും ഒരു മുട്ടിലൊക്കെ ആയിരിക്കും ആദ്യം ഇങ്ങനെ വേദനയും അതുപോലെ ഇതുപോലെയുള്ള ചെറിയ ടക് ടക് ശബ്ദം മുട്ടിൽ നടക്കുമ്പോൾ ചെറുപ്പക്കാർ വരെ അങ്ങനെ പറഞ്ഞു വരാറുണ്ട്. മുട്ടിന് തേയ്മാനമാണോ, അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജസ് ആണോ, അങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഏർലി സ്റ്റേജസിൽ തന്നെ അതിന് കൂടുതൽ കെയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിഷ്യൻസീസ് വരുന്നതുകൊണ്ടാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മളിൽ ആരും തന്നെ ഇന്ന് വെയിലിൽ എക്സ്പോഷർ ഒന്നും ഉള്ളവരല്ല. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെയും അത് ഇൻഡയറക്ട്ലി കാൽഷ്യം അബ്സോർപ്ഷനെയൊക്കെ അത് വളരെയധികം കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള ഏർലി സ്റ്റേജസിൽ ഇത്തരത്തിലുള്ള മുട്ടിനുള്ള തേയ്മാനവും വേദനകളും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മളെപ്പോഴും അങ്ങനെ ചെറിയ രീതിയിൽ കാണുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ വിട്ടുകളയാതെ കുഴമ്പ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള വാതരോഗങ്ങൾക്ക് പറയുന്ന ഒരു പ്രൈമറി ട്രീറ്റ്മെന്റ് തന്നെ സ്വേദ പ്രയോഗങ്ങളാണ്. അത് വിവിധ രീതിയിൽ അതിൻ്റെ അസുഖത്തിന്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് നമ്മൾ അതിന്റെ വിവിധ ഫോംസ്, ഇപ്പൊ നീരൊക്കെ വരുന്ന അവസ്ഥയിൽ രൂക്ഷ സ്വേദങ്ങളായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ വെറുതെ ഒരു വേദന അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുഴമ്പുകളൊക്കെ ഉപയോഗിക്കാം. അതെങ്കിലും ഉപയോഗിക്കാം. ഒരു വീക്ക്ലി വൺസ് ടോയ്സ് എന്ന് പറയണോണം ധന്വന്തരം കുഴമ്പ് അല്ലെങ്കിൽ മുറിവെണ്ണ, ബലാശ്വഗന്ധാദി കുഴമ്പ്, ഇതൊക്കെ ഇങ്ങനെ മസിലുകളെയും സന്ധികളെയൊക്കെ ബലപ്പെടുത്തുന്നതിനും അതുപോലെ ഒരു പ്രിവെന്റീവ് മെഷറായിട്ട് ഉപയോഗിക്കാവുന്ന തൈലങ്ങളാണ്. അത് കുഴമ്പ് ചൂടാക്കി ദേഹത്ത് വരട്ടി കുളിക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ വല്ലപ്പോഴെങ്കിലുമൊക്കെ വീടുകളിൽ ഇപ്പോൾ നമുക്ക് മീറ്റ് ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ് ഈ ആടിന്റെ എല്ല് ചേർന്ന മാംസം ഉപയോഗിക്കാനായിട്ട്. അപ്പം എല്ല് തകര കൊത്തി നുറുക്കി മാംസത്തോടു കൂടി ചേർത്ത് അത് ഫുഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ കാൽഷ്യത്തിന്റെ അളവ് കിട്ടാനൊക്കെ അത് ഏറ്റവും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഡോക്ടർ, പലപ്പോഴും ഈ ചെറിയ ചേഞ്ചസ് നോട്ട് ചെയ്യാതെ പോകാറുണ്ട്. നമുക്കറിയാം ഭൂരിഭാഗം ആളുകൾ ഇപ്പോൾ വ്യായാമത്തിലൊക്കെ ഏർപ്പെടുന്നവരാണ്. ചില ആളുകൾ ജിമ്മിലൊക്കെ പോയി വ്യായാമം ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലുകളുടെ ബലക്ഷമത എത്രത്തോളം ഉണ്ടെന്നോ മുട്ടുകളുടെ ശേഷി എത്രത്തോളം ഉണ്ടോ എന്നൊന്നും നേരത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇവർ വെയിറ്റ് ട്രെയിനിങ് പോലെയുള്ള എക്സസൈസുകളോ അല്ലെങ്കിൽ ദീർഘദൂരം ഓട്ടമോ അങ്ങനെയുള്ള എക്സസൈസുകളിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പോൾ ഡോക്ടറെ, എങ്ങനെയാണ് ഒരു മുൻകരുതലുകൾ ആവശ്യം? ഏത് പ്രായം മുതൽ, അല്ലെങ്കിൽ പ്രായപരിധി ഇല്ലേ? എങ്ങനെയാണ്? മുൻകാലങ്ങളിലൊക്കെ ഒരു 50+ അല്ലെങ്കിൽ ഒരു സ്ത്രീകളിലാണെങ്കിൽ ഒരു ഈസ്ട്രോജൻ ചേഞ്ചസ് വരുന്ന അവസ്ഥ, അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് കാണുന്നത്, നമ്മൾ നോട്ടീസ് ചെയ്യുക. ഇപ്പം എന്ന് പറഞ്ഞാൽ യങ് ജനറേഷൻ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ ഹെവി ആയിട്ടുള്ള വ്യായാമങ്ങളിലേക്ക് പോകാണ്ടിരിക്കുക. അത് കൂടുതൽ അവിടെയുള്ള ആ മർമ്മത്തിനും അതുപോലെ ടെൻഡനും ഒക്കെ ക്ഷതം സംഭവിക്കാനും അതിനോടനുബന്ധമായിട്ട് അവിടെ നീർക്കെട്ടും വേദനയൊക്കെ വന്നിട്ട് നമ്മുടെ മൂവ്മെന്റ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പം അത് അതിനോട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ ചേഞ്ചസ് കാണുമ്പോൾ നമ്മൾ ഹെവി എക്സസൈസിലേക്ക് പോവാതെ മൈൽഡായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ നടക്കുക അങ്ങനെയുള്ള, അല്ലെങ്കിൽ കാല് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് ഫ്ലെക്സിങ് എക്സസൈസുകൾ, അതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാവുന്നതാണ്. എന്നാൽ കൂടുതലായിട്ട് പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഇതിലെല്ലാത്തിലും തന്നെ ശ്രദ്ധ വേണം. ഇപ്പോൾ ഒരു ഏർലി സ്റ്റേജസിൽ ഇത്തരത്തിലുള്ള ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജിമ്മിലോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഇതുകൾ ചെയ്യാതിരിക്കുക. മുട്ടിനൊക്കെ ഒരു ചിലപ്പോൾ ആക്സിഡൻസ് വരിക, അല്ലെങ്കിൽ മുട്ടടിച്ച് വീഴുക, കുട്ടികളിലൊക്കെ വരാനുള്ള ചാൻസസ് അങ്ങനെയാണ്. കാലിൻ്റെ മുട്ട് തെറ്റിപ്പോകുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യാനുള്ളത് അവിടെ ഉചിതങ്ങളായിട്ടുള്ള മരുന്നുകൾ വെച്ച് കെട്ടാം. അപ്പം അതുകൊണ്ട് അവിടെയുള്ള നീർക്കെട്ട് വരാതിരിക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. മർമ്മലേപങ്ങളോ അല്ലെങ്കിൽ മുറിവെണ്ണ പോലുള്ള തൈലങ്ങൾ ചേർത്തിട്ട് എക്സ്റ്റേണലായിട്ട് വെച്ച് അത് കെട്ടുന്നതും, അതുപോലെ കാല് സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് ആ മുട്ട് തെറ്റിപ്പോകുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ അതിനെ നേരെയാക്കിയതിന് ശേഷം ഇതുപോലെ ഔഷധങ്ങൾ ചേർത്ത് ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് പേസ്റ്റ് പോലെ കെട്ടി വെക്കുക. അതുപോലെ മർമാണി ഗുളിക തന്നെ ചെന്നിനായവും കോഴിമുട്ട വെള്ളയൊക്കെ ചേർത്തിട്ട് പേസ്റ്റാക്കി കെട്ടാം. അപ്പോൾ അവിടുത്തെ നീർക്കെട്ടും അതുപോലെ എന്തെങ്കിലും ടെൻഡന് ക്ഷതമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് എപ്പോഴും സഹായിക്കുകയും ചെയ്യും. പിന്നെ ഇതുപോലെയുള്ള ക്ഷതങ്ങളും അതുപോലെ ആക്സിഡൻസും ഒക്കെ എപ്പോഴും
അവിടെയുള്ള ലിഗമെന്റ് ടയറിനെ ഉണ്ടാക്കാനായിട്ട് സാധ്യതകളാണ്. അത് തന്നെ ഒരു പെർമനന്റ് ആയിട്ട് ദീർഘകാലം കാൽമുട്ടുകൾക്ക് വേദനയായിട്ട് വരുന്നവരൊക്കെ ഉണ്ട്. അവർ അത് കെയർ ചെയ്യാതെ കൊണ്ടുവരുന്നത് കുറച്ച് നാൾ നമ്മൾ റെസ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വേദന താൽക്കാലികമായിട്ട് പോകും. എന്നാൽ കൂടുതൽ അഗ്രസീവായിട്ട് നടക്കുക അല്ലെങ്കിൽ നമ്മുടെ ജോലികളിലേക്കൊക്കെ പോകുമ്പോൾ വീണ്ടും അത് വരുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവിടെ ഞവര പാക്ക് പോലുള്ള ഔഷധങ്ങളിട്ട് വെന്ത ഞവര അവിടെ പേസ്റ്റാക്കി കെട്ടിവെക്കുക. അതുപോലെ നാഗരാതി ചൂർണം മുതലായിട്ടുള്ള ചൂർണങ്ങൾ പാലിൽ കുറുക്കി അവിടെ ബൃംഘണമായിട്ടുള്ളതും ആ ഞരമ്പുകളുടെ മർമ്മക്ഷതത്തെ തീർക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങളാണ്. അതൊക്കെ ഇട്ട് പാലിൽ കുറുക്കി പേസ്റ്റാക്കി കെട്ടുന്നതുകൊണ്ട് അതിൻ്റെ ആ ടെൻഡൻ ടിയറിനെ മാറ്റാനും അതുപോലെ ആ അസ്ഥിസന്ധിയിൽ വരുന്ന നീർക്കെട്ടിനെ കുറയ്ക്കാനും ഒക്കെ അത് എപ്പോഴും സഹായിക്കുകയും ചെയ്യും. അതുപോലെ ഗന്ധതൈലം പോലുള്ള തൈലങ്ങളൊക്കെ ഇതിന് ഏറ്റവും മർമ്മക്ഷതത്തിനൊക്കെ കൊടുക്കത്തക്കതിൽ വളരെ ഫലപ്രാപ്തിയുള്ള അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള തൈലങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ക്ഷതം, പൊട്ടൽ മുതലായിട്ടുള്ള അവസ്ഥകളിൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ തീർച്ചയായിട്ടും ഒരു വൈദ്യരുടെ അല്ലെങ്കിൽ ഡോക്ടറുടെയൊക്കെ നിർദ്ദേശപ്രകാരം വേണ്ടതായിട്ടുള്ള ചികിത്സയിലേക്ക് വരിക. വ്യക്തമാണ് ഡോക്ടർ. ഒരു പരിധി കഴിഞ്ഞാൽ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് പൊതുവെ നിർദ്ദേശിക്കപ്പെടാറുള്ളത്. അത് വളരെ സാധാരണമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു ശസ്ത്രക്രിയയാണ്. ഡോക്ടർ, ആയുർവേദ വിധി പ്രകാരം ശസ്ത്രക്രിയക്ക് പകരം മറ്റൊരു ചികിത്സയുണ്ടോ? ശസ്ത്രക്രിയക്ക് പകരമായിട്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഏജ് റിലേറ്റഡ് ആയിട്ട് 75, 80 ഒക്കെ ഏജുള്ള വ്യക്തികളിൽ മുട്ടിന് തേയ്മാനം പൂർണ്ണമായിട്ട് വരികയും അവിടെ ഒട്ടും തന്നെ സ്പേസ് ഇല്ലാതെ അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയിൽ അവർക്ക് തീരെ നടക്കാൻ പറ്റില്ല. മുട്ടിൻ്റെ ഷേപ്പിന് തന്നെ വ്യത്യാസം വരും. അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥകളിൽ അവരുടെ ഹെൽത്തും കൂടി നോക്കിയിട്ടാണ് അത്തരത്തിലുള്ള സർജറി മെത്തേഡിലേക്കൊക്കെ പോവുക. ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ തീരെ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും ആയുർവേദത്തിലേക്ക് വരിക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആയുർവേദം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കാത്തൊരു അവസ്ഥ വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഔഷധ സേവ കൊണ്ടും എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡി ഒക്കെ കിട്ടത്തക്ക രീതിയിലുള്ള ആഹാരങ്ങളെ കൊണ്ടും അഭ്യംഗ എന്ന് പറഞ്ഞാൽ ഡെയിലി ആയിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ എണ്ണ പിഞ്ചു പോലെ നനച്ചിടുക മുതലായിട്ടുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകുമ്പോൾ ആ വേദനയെ മാറ്റാനും അതുപോലെ നോർമലായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പണ്ടത്തെ പോലുള്ള ആ മൂവ്മെൻറ്റ്സും ക്രിയകളൊക്കെ പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഏർലി സ്റ്റേജസിൽ ഇത്തരത്തിലുള്ള ചികിത്സയിലേക്ക് വരിക. തീർച്ചയായിട്ടും അതിനെ കറക്റ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ്റെ സ്റ്റേജസിലേക്ക് മൂവ് ചെയ്യാണ്ടിരിക്കാനൊക്കെ സാധിക്കും. നമുക്ക് നെടുമങ്ങാടുന്ന ഒരു പ്രേക്ഷകയുടെ കോളുണ്ട്. മാം സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, എൻ്റെ 2 കാലിനും മുട്ട് തേയ്മാനവും വേദനയും അങ്ങനെ ബെൽറ്റിട്ടാണ് 3 വർഷം ഞാൻ ആയുർവേദ മരുന്ന് കഴിച്ചിരുന്നത്. ഒരു മാറ്റവും ഇല്ല. അപ്പോഴും മാറിയിരുന്ന് വീണ്ടും നിർത്തുമ്പോൾ വീണ്ടും വേദനയും തേയ്മാനവും, നടക്കാൻ വലിയ ബുദ്ധിമുട്ട്. എന്ത് പ്രായമുള്ള ആളാ? 57 വയസ്സായി. 57 വയസ്സായിട്ടുള്ളൂ. വീട്ടിലെ ജോലികളാണോ അതോ എന്തെങ്കിലും വർക്ക് ചെയ്യുവാണോ? ഇല്ല, വീട്ടിലെ ജോലി മാത്രമേ ഉള്ളൂ. വീട്ടിലെ ജോലി പോലും ചെയ്യാൻ ഇപ്പം പറ്റണില്ല. പറ്റണില്ല. എന്തായാലും ആയുർവേദ മരുന്നുകൾ ഇപ്പൊ 57 വയസ്സല്ലേ ആയിട്ടുള്ളൂ അതോ 87 ആണോ? 57. അതെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ചികിത്സയും മരുന്നുകളൊക്കെ ഇതിന് ഏറ്റവും ഫലപ്രദമായിരിക്കും. അപ്പൊ നമ്മൾ ആ കാൽമുട്ടിൽ വെച്ച് കെട്ടാനായിട്ട് കൊട്ടൻ ചുക്കാതി ചൂർണം അത് വാങ്ങിക്കുക. കൊട്ടൻ ചുക്കാതി ചൂർണം അത് എവിടെയും കിട്ടും. നിങ്ങളുടെ അവിടെ നാട്ടിലെ ഏത് ഫാർമസിയിൽ അന്വേഷിച്ചാലും കിട്ടും. അത് ഉപ്പ് ചേർക്കുക. അത് 4 സ്പൂൺ എടുക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുക. അരി കഴുകണ വെള്ളം എടുക്കുക. അരിക്കാടിയിൽ ഈ പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് കുറുക്കി നല്ലോണം വേവിക്കണം. നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് കാലിന്റെ മുട്ടിൽ കെട്ടിവെക്കുക. 1 മണിക്കൂർ സമയം കെട്ടിവെക്കാം. അപ്പൊ അത് അവിടുത്തെ നീരൊക്കെ പോവാനായിട്ട് അത് സഹായിക്കും. ഞാൻ കാലിന്റെ മുട്ടില് കുഴമ്പ് വരട്ടാനായിട്ട് കൊട്ടൻ ചുക്കാതിയും സഹചരാതി കുഴമ്പും മഹാനാരായണ തൈലം, കൊട്ടൻ ചുക്കാതി, സഹചരാതി, മഹാനാരായണ ഇത് 3ഉം കൂടെ മിക്സ് ആക്കി വാങ്ങിക്കുക. എന്നിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ നടുവിന് അരക്ക് കീഴോട്ട് പുരട്ടാം. 1/2 മണിക്കൂർ ഇരുന്നതിന് ശേഷം കുറച്ച് വെള്ളം നല്ല ചൂടിലെടുത്തിട്ട് തുണി മുക്കിയിട്ട് ആവി പിടിക്കുക കാലിന്റെ മുട്ടില്. പിന്നെ മരുന്ന് കഴിക്കാനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് കഴിക്കത്തക്ക രീതിയിൽ കരിങ്കുറിഞ്ഞി, ചുക്ക്, ചുവന്നരത്ത, ആടലോടകത്തിന്റെ വേര്
ഇതൊക്കെ കുറേശ്ശെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കഷായം പോലെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സഹചരാതി കഷായവും രാസ്നേരണ്ടാതി കഷായമൊക്കെ ഇതിന് ഏറ്റവും നല്ല കഷായ യോഗങ്ങളാണ്. അപ്പം അത് കിട്ടണതനുസരിച്ച് വാങ്ങിക്കുക. 15 മില്ലി 60 ml തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുക. മാഹിഷദ്രാവകം എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും, അത് 25 മില്ലി ചേർത്ത് 2 നേരം കഴിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കൂ കുറച്ച് ദിവസം കേട്ടോ. തണുപ്പാഹാരങ്ങൾ കഴിക്കാതിരിക്കുക, ചൂടുവെള്ളത്തിൽ കുളിക്കുക, ആ കാലിൻ്റെ മുട്ടിൽ കുറച്ച് ഉപ്പുവെള്ളം നല്ല ചൂടിലെടുത്ത് തുണി മുക്കി ആവി പിടിക്കുക. കുഴമ്പ് വരട്ടുകയും ചെയ്യും. ഒരു 57 വയസ്സായ ആൾക്ക് മുട്ടിന് കംപ്ലീറ്റ് തേയ്മാനം ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുക. കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം അറിയിച്ചോളൂ കേട്ടോ. ആയുർവേദത്തിൽ പറയുന്നവരുണ്ട്, ക്രോഷ്ടുക ശീർഷം എന്ന് പറഞ്ഞു, കാലിൻ്റെ മുട്ടിൽ ടിപ്പിക്കലായിട്ട് വരുന്ന ഒരു ഇതാണ്. അവിടെ രക്തദുഷ്ടി ഉണ്ടായിട്ട് എപ്പോഴും കാലിൻ്റെ മുട്ട് വീർത്ത് നീര് വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് കാലിന് വർത്താനും അടക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരിക. ആ ക്രോഷ്ടുക ശീർഷം എന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് എന്നുള്ള അർത്ഥമാണ്. പക്ഷെ അതിൻ്റെ പോലെ വരുന്ന ഒരവസ്ഥ. അപ്പോൾ അത്രയും സിവിയറായിട്ട് വരുന്ന അവസ്ഥയിൽ നമ്മൾ ഓയിലുകളൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് അതിന് ഗുണം ചെയ്യില്ല. ആ രക്തദുഷ്ടിയെ മാറ്റുന്ന രീതിയിൽ, അതുപോലെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെ മാറ്റുന്ന രീതിയിലുള്ള ഔഷധങ്ങളും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ് വരേണ്ടത്. എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ രൂക്ഷ സ്വേദങ്ങളാണ്. ഇപ്പോൾ ഈ കൊട്ടൻ ചുക്കാതി പോലുള്ള പൊടികൾ കുറുക്കി പേസ്റ്റാക്കി കെട്ടുക. അതുപോലെ വാളംപുളിയുടെ ഇല ചതച്ച് പിഴിഞ്ഞ നീരിൽ ഈ കൊട്ടം ചൂർണവും കടുകും ചതവുപ്പൊക്കെ പുഴുങ്ങി അരച്ച് പേസ്റ്റ് പോലെ കിട്ടുക. അതുപോലെ ഇലകളിട്ടിട്ട് വാതഹരങ്ങളായിട്ടുള്ള ഇലകളിട്ട് വെന്ത വെള്ളം അരിക്കാടിയിൽ തിളപ്പിച്ചിട്ട് അത് ലോക്കലൈസ് ചെയ്തിട്ട് ധാര പോലെ ഒഴിക്കുക. പിന്നെ ഓറലി കഴിക്കുമ്പോൾ എപ്പോഴും ആ നീരിനെ തീർക്കത്തക്ക രീതിയിലും രക്തശുദ്ധി വരുന്ന രീതിയിലുമുള്ള മഞ്ചിഷ്ടാദി കഷായവും അതുപോലെ കോകിലാക്ഷം കഷായം പോലുള്ള രാസ്നാസപ്തകം കഷായം മുതലായിട്ടുള്ള കഷായങ്ങളെ കൊണ്ടുള്ള ഓറലി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള അതുപോലെ വളരെയധികം ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നതുമല്ല പെട്ടെന്ന് മാറ്റാവുന്നതുമല്ല. വളരെ കഷ്ടപ്പെട്ട് കുറച്ച് സമയമെടുത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോഴാണ് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ കൂടുതൽ ദോഷദുഷ്ടിയൊക്കെ വരുന്ന അവസ്ഥയിൽ രക്തശുദ്ധികരമായിട്ടുള്ള രക്തമോഷം മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ രക്തശുദ്ധി വരുത്തുന്നതിനും. ഡോക്ടറെ, നമുക്ക് കുറ്റ്യാടിയിൽ നിന്ന് ബാലനുണ്ട്. ബാലൻ സർ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. ചോദിച്ചോളൂ. പിന്നെ എന്നെ കാലിന് 2 മുട്ടുകാലിന് വേദന. എന്ത് പ്രായമുള്ള ആളാ? പ്രായം പിന്നെ 57 വയസ്സ്. 57 വയസ്സ്. 57 വയസ്സ്. മറ്റ് അസുഖങ്ങൾ വല്ലതും ഉണ്ടോ? ഷുഗറോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആളാണോ? ഓ, പ്രഷറുണ്ട്. പ്രഷർ ദിവസം ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. ആ, എന്ത് ജോലി ചെയ്യണേ? ജോലി നാടൻ പണിയാ, കൈക്കോട്ട് പണി അങ്ങനത്തെ പണികളാ എടുക്കുന്നത്. അതെ. കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ നമ്മള് ഹെവി ആയിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ കാലിന്റെ മുട്ടിൽ ചെറിയ രീതിയിലുള്ള തേയ്മാനം ഉണ്ടായാൽ കൂടി അവിടെ നീർക്കെട്ടും വേദനയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. വീട്ടിൽ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ടേ കുറച്ച് കുറുന്തോട്ടിയുടെ വേര്, ഞെരിഞ്ഞില് വയൽച്ചുള്ളിയുടെ വേര്, തഴുതാമ വേര്, ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങാടി മരുന്ന്, അല്ലെങ്കിൽ കുറച്ചൊക്കെ പറിച്ചെടുക്കാൻ കിട്ടും. അതൊക്കെ കഴുകി ചതച്ച് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പം നീർക്കെട്ട് പോകാനായിട്ട് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ബലാരിഷ്ടം വാങ്ങിക്കുക. ബലാരിഷ്ടവും പുനർനവാസവും അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് 25 മില്ലി വീതം 2 നേരം കഴിക്കാം. ദശമൂല ഹരീതകി എന്ന് പറഞ്ഞ ലേഹ്യം കിട്ടും. അതിങ്ങനെയുള്ള ആർത്രൈറ്റിക് ചേഞ്ചസിനെയും കാലിന്റെ മുട്ടിന്റെ വേദന നീരിനെയൊക്കെ തീർക്കാന്നല്ല, അതൊരു ടീസ്പൂൺ വൈകിട്ട് കഴിക്കാം. പിന്നെ കുഴമ്പ് വരട്ടി കുളിക്കുക. ഇത്തരത്തിലുള്ള വേദനകൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത് കുഴമ്പ് വരട്ടി ആവി പിടിക്കുമ്പോൾ അത് ചൂടാക്കി പുരട്ടുമ്പോൾ ആ കാലിന്റെ മുട്ടിലേക്കൊക്കെ പോയിട്ട് അത് ഉള്ളിലേക്ക് കടന്ന് അതിന്റെ അഴുക്കിനെ പുറത്ത് നീരിനെ പുറത്ത് കളയാനൊക്കെ അത് സഹായിക്കും. അപ്പൊ കാലിന്റെ മുട്ടിൽ പുരട്ടാനായിട്ട് ചിഞ്ചാതി കുഴമ്പും പ്രപഞ്ചനം കുഴമ്പ്, പ്രപഞ്ചന വിമർദ്ദനം എന്ന് പറഞ്ഞിട്ട് കുഴമ്പ് വാങ്ങിക്കാൻ കിട്ടും. ആ 2 കുഴമ്പും കൂടി വാങ്ങിക്കുക. ചൂടാക്കിയിട്ട് നടുവിനും കാലിന്റെ മുട്ടിലും സന്ധികളിലൊക്കെ പുരട്ടാം. അരമണിക്കൂർ ഇരുന്നിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുക. തണുപ്പ് ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക.
കുറച്ച് നാളത്തേക്ക് ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുക. പിന്നെ അകത്തൊക്കെ ചെരുപ്പിട്ട് നടക്കുക, തറയിലെ തണുപ്പൊക്കെ അധികം അടിക്കാതെ. ഇങ്ങനെ കുറച്ച് ദിവസം ഇത് കഴിച്ചിട്ട് അറിയിക്കുക കേട്ടോ. ബാലൻ സർ വിളിച്ചതിന് നന്ദി വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ മാരിയ, നമുക്കിനി ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും പ്രാധാന്യമുണ്ടല്ലോ ഡോക്ടറെ. ഇപ്പോൾ കാൽമുട്ട് വേദനയ്ക്ക് ചികിത്സ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് തരം ഭക്ഷണമാണ്, എങ്ങനെയാണ് അവരുടെ ആഹാരവിഹാരങ്ങൾ ക്രമീകരിക്കേണ്ടത്? കുറേ കാരണങ്ങൾ കൊണ്ട് മുട്ടുവേദന വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ കാണുന്നത്, ചെറുപ്പക്കാരിൽ വരെ കാണുന്നത് അമിതവണ്ണവും അതുപോലെ തന്നെ ലാക്ക് ഓഫ് എക്സസൈസ്, നമ്മുടെ ദേഹത്തിന് അധികം ചലിക്കാത്തൊരവസ്ഥയിലൊക്കെ ഇതുപോലെ മുട്ടുവേദനയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലത് ഭക്ഷണം ക്രമീകരിക്കുക, അതുപോലെ തന്നെ ചെറിയ വ്യായാമങ്ങൾ, അതായത് കഠിനമായ വ്യായാമങ്ങളല്ല, എന്നാലും നടക്കുക. ഇപ്പം നമ്മൾ കൂടുതലും ഇപ്പം ഏതൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും കാറും ബൈക്കും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലാണ് കൂടുതലും യാത്ര ചെയ്യുന്നത്, നടക്കുന്നതൊക്കെ കുറവാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കൂടുതലും ഇതുപോലെ തന്നെ ക്ഷയം വരാനും തേയ്മാനം വരാനും ഒക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ശരീരഭാരം ഉള്ളവർക്കാണെങ്കിലും ആ വണ്ണം മുഴുവനും നമ്മുടെ കാൽമുട്ടിലാണ് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുക, ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. അപ്പോൾ ഭക്ഷണങ്ങളിൽ നമുക്ക് കാൽഷ്യവും വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഏറ്റവും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ മീനുകൾ, യോഗട്ട്, അതിൽ കുറച്ച് പ്രോബയോട്ടിക്കും കൂടിയാണ് യോഗട്ട്. അതുപോലെ തന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, പിന്നെ മുട്ടയുടെ മഞ്ഞ, എഗ് യോക്ക്, അതിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ചൂര, ചാള, അയല, അതിലൊക്കെ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് നമ്മുടെ നീർക്കെട്ട് കുറയ്ക്കാനും അതുപോലെ വേദന കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ അവക്കാഡോ, ഇപ്പോൾ ഇത് നോൺ വെജ് കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ നട്ട്സ്, ബദാം, അതുപോലെ അവക്കാഡോ, വാൾനട്ട്, അതിലൊക്കെ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, അത് നമുക്ക് കുക്കിങ്ങിലൂടെയോ അല്ലെങ്കിൽ തന്നെ നമുക്ക് സാലഡ്സിൽ ഒഴിച്ചോ അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിലും ഒലിവ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ രൂക്ഷമായിട്ടുള്ള ആഹാരങ്ങൾ, തണുത്ത ആഹാരങ്ങൾ, തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നത്, ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. വ്യക്തമാണ് ഡോക്ടർ. താങ്ക് യു. വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. കാൽമുട്ട് വേദനയ്ക്കുള്ള പരിഹാരങ്ങളാണ് ഡോക്ടർമാർ നമ്മളോട് സംസാരിച്ചത്.